ഹലോ കുട്ടികളെ, രാവിലെ തന്നെ ഞാനും കേശുണ്ണും കൂടെ റെഡി ചെയ്ത് നമ്മുടെ പപ്പിയുടെ ഹോസ്റ്റലിലായിട്ട് ആട്ടോ എത്തിയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാണ്ടായിരുന്നു. അവളത് കൊണ്ട് മുകളിൽ വെക്കാൻ പോയപ്പോഴുള്ള ഞങ്ങളുടെ സ്നേഹപ്രകടനങ്ങളാട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. അതിനുശേഷം ഞങ്ങൾ പപ്പിയും കൂട്ടി ഒരു സ്ഥലത്തേട്ട് പോകാട്ടോ. വേറെങ്ങുമല്ല, കേശുട്ടിന്റെ സ്കൂളിലായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനാണ്. സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ യൂണിഫോം മാത്രമാട്ടോ ഞാൻ ഇന്ന് വാങ്ങുന്നത്. എല്ലാ കൊല്ലം ഞാൻ ആദ്യമേ ഇതൊക്കെ മേടിച്ച് വെക്കും കേട്ടോ. വെക്കേഷൻ തുടങ്ങി കുറച്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് മേടിച്ച് വെക്കും. പക്ഷെ ഇക്കൊല്ലം ആട്ടോ എനിക്ക് ആദ്യമായിട്ട് പ്ലാനിങ് ഒക്കെ തെറ്റി. നമ്മുടെ ചേട്ടി ഹോസ്പിറ്റലായത് കാരണമാണ് ഇത്തവണ എൻ്റെ ഫുൾ പ്ലാനിങ്ങും തെറ്റി കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഇടയിൽ നിന്നൊന്നും പോയി മേടിക്കാനുള്ള സമയവും കിട്ടിയില്ല കേശുട്ടിനെയും കൊണ്ട്. അങ്ങനെയാണ് ഇന്ന് പപ്പിയെയും കൊണ്ട് വരാമെന്ന് വിചാരിച്ച് അവൾക്ക് ഒരു ഔട്ടിങ് ആവില്ല. അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. കടയിലെത്തി ആദ്യം ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഡ്രസ്സിന്റെ മോളെ കൂടെ ഇട്ട് നോക്കി. അപ്പോഴത്തേക്ക് ആകെ ഒരു ടൈറ്റ് ഉണ്ടെന്ന് തോന്നി. പിന്നെ ഞാനും അവനും കൂടെ നേരെ ട്രയൽ ചെയ്യാനായിട്ട് അവിടെ പോയി മാറ്റിയിട്ട് നോക്കാന്ന് പറഞ്ഞ ട്രയൽ റൂമിൽ പോയപ്പോഴുള്ള പപ്പിയുടെ കുഞ്ഞു കുൽസിത വീഡിയോകളാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രയൽ റൂമിൽ നിന്നൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്കും സംഗതിയെല്ലാം കറക്റ്റ് ഫിറ്റാണ്. പക്ഷെ എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ കൊല്ലത്തും എൻ്റെ ഒരേ ഒരു ഡൗട്ട് ഇതാട്ടോ, ഇച്ചിരി കൂടെ ഇവർ വലുതായി കഴിഞ്ഞ് ഇനി ഈ യൂണിഫോം മാറ്റണ്ടേ, ഇനി അടുത്ത കൊല്ലത്തേക്ക് പിന്നെ മാറ്റണ്ടെന്നുള്ള. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഇത് തന്നെ ഒരു 2-3 ജോഡിയൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടോ. അത് കഴിഞ്ഞ് ഇത് മേടിച്ചു കഴിഞ്ഞ ശേഷം നേരെ പാക്കിങ് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലച്ചുവിന് കുറച്ച് സ്വീറ്റ്സ് മേടിക്കണമല്ലോ. ലച്ചു ഓൾറെഡി പ്രഗ്നന്റ് ആണല്ലോ. അപ്പം പിന്നെ പപ്പിന് വീട്ടിലേക്ക് പോവാട്ടോ. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ മഹാബോളിയിലേക്കാട്ടോ അടുത്ത പോണേ. മഹാബോളി ചെന്നപ്പോഴത്തേക്കും അവിടെയുള്ള ബോളികളും ലഡുകളും ജിലേബികളും നോക്കിക്കൊണ്ടിരിക്കുന്ന കേശുട്ടിനാണ് ഈ കാണുന്നത്. അതിനുശേഷം അവന് വേണ്ട കുറച്ച് ലഡുവും ജിലേബിയൊക്കെ മേടിച്ചു കൊടുത്ത് ഞങ്ങൾ ലച്ചുവിനുള്ള വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഇതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അവൾ വിളിച്ച് അവൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പാക്ക് ചെയ്ത് മേടിച്ചതിന് ശേഷം പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി വല്ല നാരങ്ങ വെള്ളം വല്ലതും കുടിക്കാന്ന് വിചാരിച്ചോ ഞങ്ങളെ കൊണ്ട് ദേവൻ ഈ കടയിൽ കയറ്റിയിട്ട് 3 ജ്യൂസ് മേടിപ്പിച്ച്. അങ്ങനെ ഇതെല്ലാം നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഞാൻ തന്നെ കുടിച്ചോളാം എന്ന് പറഞ്ഞു. ഇവൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും സംഗതി എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം ഞങ്ങൾ രണ്ടുപേരും ഞാനും പപ്പിയും കുടിച്ച് തീർത്തിട്ടും ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇവന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ വിഷമിച്ചിരുന്ന് ഇതെല്ലാം കുടിച്ച് ഇനി വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവനെ നീ കഴിക്കാണ്ട് ഞങ്ങൾ എണീക്കില്ല വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനായിട്ടങ്ങ് അങ്ങനെ വിഷമിച്ചിരുന്ന് ജ്യൂസ് കുടിക്കുന്ന കേശുട്ടനാട്ടോ ഈ ലാസ്റ്റ്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.